ഗസ സിറ്റിയിൽ ഇസ്രായേൽ കൊടും ക്രൂരത തുടരുന്നതിനിടെ മുഴുവൻ ബന്ദികളെയും വിട്ടയക്കാതെ ഗസയിൽ വെടിനിർത്തൽ ചർച്ച മുന്നോട്ടു പോകില്ല എന്ന് അമേരിക്ക. ബന്ദിമോചനവും ഹമാസിനെ പുറന്തള്ളലും പ്രധാനമെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. ഫലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്നത് ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുമെന്നും റൂബിയോ മുന്നറിയിപ്പ് നൽകി. ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇന്ന് മാത്രം 51 പേർ മരിച്ചു, 15 കെട്ടിടങ്ങൾ തകർത്തു. മുഴുവൻ പേരോടും ഗസ സിറ്റി വിടാൻ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. അതേസമയം ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടിലയുടെ ഭാഗമായി ആദ്യ കപ്പൽ തുണീഷ്യയിൽ നിന്ന് ഗസയിലേക്ക് പുറപ്പെട്ടു. MCA നാസർ ദുബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, ഒരു ഭാഗത്ത് അതിശക്തമായ ഇസ്രായേൽ ക്രൂരത തുടരുകയാണ്, ആക്രമണം അതുപോലെ തന്നെ ഇസ്രായേൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിനിടയിലാണ് അമേരിക്ക ഇങ്ങനെയൊരു മുന്നറിയിപ്പ് വീണ്ടും മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കാതെ ഇനിയൊരു വെടിനിർത്തൽ ഉണ്ടാകില്ല എന്നാണോ? അവിടുന്ന് തീർച്ചയായിട്ടും ഇസ്രായേലും അമേരിക്കയും ഏറെക്കുറെ ഒരേ സ്വരത്തിൽ തന്നെയാണ് ഈ പ്രതികരണം അല്പം മുമ്പ് നടത്തിയിരിക്കുന്നത്. ആദ്യം നെതന്യാഹുവിൻ്റെ ഒരു പ്രതികരണം വന്നു. അതിൽ പറയുന്നത് ഖത്തറിൽ താമസിക്കുന്ന ഹമാസിന്റെ നേതാക്കൾ ഇവരെ വകവരുത്തിയാൽ മാത്രമേ അവരാണിപ്പോൾ ഈ ഒരു വെടിനിർത്തൽ കരാറിലെത്തുന്നതിന് വലിയ തടസ്സമായി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ബന്ദികളെ മോചിപ്പിക്കുന്നതിനും വലിയ തടസ്സമായി നിൽക്കുന്നത് ഖത്തറിലുള്ള ഹമാസ് നേതാക്കളാണ്. അതുകൊണ്ട് തന്നെ അവരെ വകവരുത്തുക എന്നത് ഏറ്റവും പ്രധാനമാണ് എന്ന വളരെ പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് നെതന്യാഹുവിൻ്റെതായിട്ട് വന്നിരിക്കുന്നത്. ഏറെക്കുറെ ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന യുദ്ധം നിർത്താനുള്ള മുന്നുപാധികളായിട്ട് നേരത്തെ തന്നെ ഇസ്രായേൽ പറയുന്ന ആ വളരെ കടുത്ത ചില നിലപാടുകൾ, അതിലേറ്റവും പ്രധാനം ഹമാസിനെ നിരായുധീകരിക്കുക, ബന്ദികളെ പൂർണ്ണമായിട്ട് മോചിപ്പിക്കുക. ഈ രണ്ട് ലക്ഷ്യങ്ങൾ എന്നത് വെടിനിർത്തലിൻ്റെ തുടർ നീക്കങ്ങൾക്ക് ഏറ്റവും പ്രധാനമാണ് എന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കൂടി പ്രതികരിക്കുന്നതോടുകൂടി ഈ ഖത്തറിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് അറബ് മുസ്ലിം രാജ്യങ്ങളുടെയും കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും ഏതെങ്കിലും അർത്ഥത്തിലൊരു വിട്ടുവീഴ്ചക്കോ ഏതെങ്കിലും അർത്ഥത്തിലൊരു അനുനയത്തിനോ ഉള്ള ഒരു സമീപനമോ സ്വരമോ അല്ല ഇപ്പോൾ മാർക്കോ റൂബിയോയിൽ നിന്ന് പുറത്തു വരുന്നത്. നേരെമറിച്ച് താൻ ഉടൻ തന്നെ ഇസ്രായേലിലെത്തുമെന്നും ഇസ്രായേൽ നേതാക്കളുമായിട്ട് അവർ നടത്തുന്ന പദ്ധതികൾ എന്ത് എന്നത് സംബന്ധിച്ച് കൂടുതൽ ചർച്ച നടത്തുമെന്ന ഒരു പ്രതികരണമാണ് മാധ്യമപ്രവർത്തകർക്ക് മുമ്പാകെ അല്പം മുമ്പ് മാർക്കോ റൂബിയോ നൽകിയിരിക്കുന്നത്. അതുമാത്രമല്ല 142 രാജ്യങ്ങൾ UN പൊതുസഭയിൽ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിന് പിന്തുണ നൽകിയ ആ നടപടിയെയും പരോക്ഷമായിട്ട് വളരെ ശക്തമായിട്ടുള്ള വിമർശനം കൂടിയാണ് മാർക്കോ റൂബിയോ ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇത്തരമൊരു നീക്കം ഫലസ്തീൻ രാഷ്ട്രത്തെ ഈ അർത്ഥത്തിൽ പിന്തുണയ്ക്കുന്നത് ഇസ്രായേലിനെ കൂടുതൽ പ്രകോപിതരാക്കും, അവർ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ പൂർണ്ണമായിട്ട് ന്യായീകരിക്കുന്ന ഒരു പ്രതികരണം തന്നെയാണ് മാർക്കോ റൂബിയോയിൽ നിന്നുണ്ടായിരിക്കുന്നത്. അതായത് ഖത്തറിന്റെ പ്രധാനമന്ത്രി നടത്തിയ ഈ ചർച്ചയ്ക്ക് ശേഷവും അമേരിക്ക തങ്ങളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഈ പ്രതിസന്ധി പരിഹരിക്കണമെങ്കിൽ ബന്ദികളെ പൂർണ്ണമായിട്ട് വിട്ടയക്കണം, അതോടൊപ്പം തന്നെ ഈ പ്രതിസന്ധി തീരണമെങ്കിൽ ഹമാസിനെ നിരായുധീകരിക്കണം. ഈ രണ്ട് ലക്ഷ്യങ്ങൾ എന്നത് ഈ ഒരു വെടിനിർത്തൽ ചർച്ചയുടെ തുടർ നീക്കങ്ങൾ നടത്താൻ തങ്ങൾക്ക് പ്രേരണയാണ്. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞത്, ഖത്തറിൽ സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞു. അതേക്കുറിച്ച് നാം ഇനി കൂടുതൽ വിശദീകരണം നൽകുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് സംഭവിച്ച കാര്യങ്ങളിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു മനസ്താപം പോലും US സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുള്ള ഈ പ്രതികരണത്തിൽ നമ്മൾ കാണുന്നില്ല. അതേസമയം ഇസ്രായേലിന്റെ നിലപാട് അതുതന്നെയാണ്. ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കുക, അതുപോലെ തന്നെ കസ്റ്റഡിയിലുള്ള മുഴുവൻ ബന്ദികളെയും ഹമാസ് മോചിപ്പിക്കുക എന്നുള്ളത്. നിലവിൽ ഇപ്പോൾ അമേരിക്ക വീണ്ടും ആവർത്തിച്ചു പറയുന്നു, വെടിനിർത്തൽ ചർച്ചകൾ മുന്നോട്ട് പോകണമെങ്കിൽ ഈ രണ്ട് ഉപാധികൾ അത് ഹമാസ് അംഗീകരിച്ചേ മതിയാകൂ എന്ന്. എന്താണ് ഹമാസിന്റെ നിലപാട്? ഇതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് നിലനിൽക്കുന്നത്. കാരണം ഇതിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഈ പ്രതിസന്ധി തീർക്കണമെങ്കിൽ, കാരണം 10-12 ലക്ഷത്തോളം ജനങ്ങൾ അധിവസിക്കുന്ന ഈ ഗസ സിറ്റിയിൽ നിന്ന് ആളുകളെ പൂർണ്ണമായിട്ട് പുറന്തള്ളുന്ന നടപടി ഒരു ഭാഗത്ത് നടക്കുന്നു. ഇന്ന് മാത്രം 15 കെട്ടിടങ്ങൾ തകർത്തിരിക്കുന്നു, 51 പേരെ കൊലപ്പെടുത്തിയിരിക്കുന്നു, ജനങ്ങൾക്കുള്ള കുടിവെള്ളവും ഭക്ഷണവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും പൂർണ്ണമായിട്ട് നിഷേധിക്കുന്നു. ഈ ഒരു ക്രൂരത തുടരുമ്പോൾ അതിനെ തടയിടാൻ ഏതെങ്കിലും അർത്ഥത്തിലൊരു നയതന്ത്ര നീക്കം നടത്താൻ ഇസ്രായേലിനെതിരെ പ്രേരിപ്പിക്കാൻ സാധിക്കുന്നത് അമേരിക്കയ്ക്ക് മാത്രമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 142 രാജ്യങ്ങൾ ഈ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുകയും ദ്വിരാഷ്ട്ര പ്രശ്നപരിഹാരം മാത്രമാണ് ഇതിനുള്ള ഏക ഫോർമുല എന്ന് വ്യക്തമാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പോലും അർജന്റീനയും അമേരിക്കയും ഉൾപ്പെടെ 10 രാജ്യങ്ങൾ പൂർണ്ണമായിട്ടും ഇസ്രായേലിന്റെ കൂടെ നിന്നുകൊണ്ട് ഈ ഒരു പ്രമേയത്തെ നിരാകരിക്കുന്ന ഒരു സാഹചര്യം കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അമേരിക്ക ഇപ്പോൾ പറയുന്നത് ഇസ്രായേലിന്റെ അതേ സ്വരം തന്നെയാണ്. ഒന്ന്, ബന്ദികളെ പൂർണ്ണമായിട്ടും വിട്ടയക്കുക,
ഇല്ലാതാക്കുക. 2, ഹമാസിനെ പൂർണ്ണമായിട്ടും നിരായുധീകരിക്കുക. ഹമാസ് ഇല്ലാത്ത ഒരു ഗസ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രം അക്കാര്യം ആലോചിക്കാമെന്നതാണ്. അതുമാത്രമല്ല, ഇസ്രായേലിന്റെ പദ്ധതികൾ എന്ത് എന്ന് ഞാൻ ആ നേതാക്കളുമായിട്ട്, ഇസ്രായേൽ നേതാക്കളുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് ഞങ്ങളൊരു തീർപ്പിലെത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഈ അറബ് മുസ്ലിം ലോകം പ്രകടിപ്പിച്ചിരിക്കുന്ന ഉത്കണ്ഠകൾ പൂർണ്ണമായിട്ട് നിരാകരിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് US സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ചർച്ച ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത പോലും വിരളമായി മാറുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം കൂടിയാണ് ഈ പ്രതികരണത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് അറബ് നേതൃത്വം നാളെയും മറ്റന്നാളും ഖത്തറിൽ സമ്മേളിക്കുന്നുണ്ട് എങ്കിൽ പോലും അവർ തങ്ങളുടെ ഖത്തറിന് നേരെ നടന്ന ആക്രമണത്തിൽ കടുത്ത പ്രതികരണം അവർ പുറപ്പെടുവിക്കുമെങ്കിൽ പോലും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു അനുനയപൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ നയതന്ത്ര തലത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള, അതിന്റെ അടിസ്ഥാന പ്രശ്നം എന്നത് ഫലസ്തീൻ പ്രശ്നമാണ്, അത് പരിഹരിക്കാൻ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നിലവിലുള്ള സാഹചര്യത്തിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക എളുപ്പമല്ല. അതുമാത്രമല്ല, കൂടുതൽ ഇസ്രായേൽ പക്ഷപാതിത്വം കലർന്ന പ്രതികരണവുമായി തന്നെ അമേരിക്ക മുന്നോട്ട് പോകും. കൂടുതൽ ആയുധങ്ങൾ ഇസ്രായേലിന് നൽകിക്കൊണ്ട് ഈ വിനാശകരമായിട്ടുള്ള ഈ വംശഹത്യാ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അമേരിക്ക തീരുമാനിക്കുന്നതെന്നാണ് മാർക്കോ റൂബിയോയുടെ